ഇറാനിൽ കഴിഞ്ഞ ദിവസം 6 തടവുകാരെ കൂടി വധശിക്ഷയ്ക്ക് വിധേയരാക്കി. ഇറാൻ്റെ എണ്ണപ്പാടങ്ങളുള്ള തെക്ക് പടിഞ്ഞാറൻ മേഖലയിൽ ഇസ്രായേലിന് വേണ്ടി ആക്രമണങ്ങൾ നടത്തിയ കേസിൽ പിടിക്കപ്പെട്ട 6 പ്രതികളുടെ വധശിക്ഷയാണ് ഇറാൻ നടപ്പിലാക്കിയത്. ദിവസങ്ങൾക്ക് മുമ്പ് ഇസ്രായേലിന് വേണ്ടി ചാരവൃത്തി നടത്തിയ ഒരു യുവാവിനെയും ഇറാൻ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയിരുന്നു. ജൂണിൽ 12 ദിവസം നീണ്ടുനിന്ന ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന് ശേഷമാണ് രാജ്യത്തിനകത്തു നിന്ന് ഇസ്രായേലിനായി പ്രവർത്തിക്കുന്നവരെ കണ്ടുപിടിച്ച് വധശിക്ഷ നടപ്പാക്കാൻ ആരംഭിച്ചത്. ഇറാനിലെ പ്രക്ഷുബ്ധമായ ഖുസേസ്താൻ പ്രവിശ്യയിലെ ഖൊറാം ഷഹറിന് ചുറ്റുമുള്ള സ്ഥലങ്ങൾ ലക്ഷ്യമിട്ട് ഇവർ ആസൂത്രിതമായി ബോംബാക്രമണം നടത്തിയതിനോടൊപ്പം പോലീസ് ഉദ്യോഗസ്ഥരെയും സുരക്ഷാ സേനയെയും കൊലപ്പെടുത്തിയതായും ഇറാൻ പറയുന്നു. വധിക്കപ്പെട്ടവരിൽ ആക്രമണങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന ഒരാളുടെ ദൃശ്യങ്ങൾ ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷൻ സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ പരസ്യമാക്കുന്നത് ഇതാദ്യമാണെന്ന് ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷൻ പറയുന്നു. ഇറാനിലെ കേന്ദ്ര സർക്കാരിൻ്റെ വിവേചനത്തെക്കുറിച്ച് ഖുസൈസ്ഥാനിലെ അറബ് ജനത വളരെ കാലമായി പരാതി പറയുന്നുണ്ട്. ഈ മേഖലയിലെ കലാപത്തിൻ്റെ ഭാഗമായി വിമത ഗ്രൂപ്പുകൾ പ്രദേശത്തെ എണ്ണ പൈപ്പ് ലൈനുകൾ ആക്രമിച്ചിരുന്നു. സമീപ വർഷങ്ങളിൽ ഇറാൻ കണ്ട രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങളുടെ കൂട്ടത്തിൽ ഇറാൻ്റെ മറ്റ് ഭാഗങ്ങളെപ്പോലെ ഈ പ്രദേശവും സംഘർഷഭരിതമായിരുന്നു. കുർദിസ്ഥാൻ പ്രവിശ്യയിൽ 2009 ഒരു സുന്നി പുരോഹിതനെ കൊലപ്പെടുത്തിയതുൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തി ഇറാൻ മറ്റൊരു തടവുകാരനെയും അടുത്തിടെ വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു. ഇസ്രയേലിനും അമേരിക്കയ്ക്കും എതിരെ കരുത്തോടെ പിടിച്ചു നിൽക്കാൻ ഇപ്പോൾ തന്ത്രപരമായ റഷ്യ ഇറാൻ കരാറും നിലവിൽ വന്നിട്ടുണ്ട്. റഷ്യൻ വിദേശകാര്യ മന്ത്രാലയമാണ് ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. 2025 ജനുവരി 17 റഷ്യയിൽ വെച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും ഒപ്പുവെച്ച ഉടമ്പടിയാണ് ഈ കഴിഞ്ഞ ഒക്ടോബർ 2 ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. ഇത് റഷ്യൻ വാർത്താ ഏജൻസിയായ ടാസ് ആണ് റിപ്പോർട്ട് ചെയ്തത്. ഒരു സുപ്രധാന നാഴികക്കല്ലായി ഈ കരാറിനെ വിശേഷിപ്പിച്ച പ്രസ്താവനയിൽ റഷ്യ ഇറാൻ ബന്ധം ഇപ്പോൾ വിശാലവും തന്ത്രപരവുമായ പങ്കാളിത്തത്തിൻ്റെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണെന്നും റഷ്യ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ ഇറാനിൽ 4 ആണവ നിലയങ്ങൾ സ്ഥാപിക്കാനും റഷ്യ തീരുമാനിച്ചിട്ടുണ്ട്. നിലവിൽ റഷ്യയുടെ ഒരു ആണവ നിലയം ഇറാനിലുണ്ട്. അമേരിക്ക ബങ്കർ ബോംബുമായി വന്നപ്പോഴും ഈ നിലയത്തിൻ്റെ അടുത്തേക്ക് അവർ വന്നിരുന്നില്ല. ഇറാനിലെ ഈ റഷ്യൻ ആണവ നിലയത്തിലേക്കാണ് സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാൻ സേന മാറ്റിയതെന്ന വിവരം CIA-ക്കും മൊസാദിനും ലഭിച്ചിട്ടും അവർ അവിടേക്ക് ആക്രമണം നടത്താതിരുന്നത് റഷ്യയുമായുള്ള നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ കൂടിയായിരുന്നു എന്നും പറയുന്നു. 200ഓളം റഷ്യൻ ഉദ്യോഗസ്ഥർ ഇറാനിലെ ഈ ആണവ നിലയത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. അവിടെ ഇറാൻ്റെ സേനയ്ക്ക് പുറമെ റഷ്യൻ കമാൻഡോകളുടെ ഒരു സംഘവും കാവലുണ്ട്. സംഘർഷഭരിതമായ സാഹചര്യം നിലനിൽക്കെ റഷ്യ ഇറാൻ കരാർ രംഗത്ത് വന്നതും റഷ്യയുടെ കൂടുതൽ ആണവ നിലയങ്ങൾ ഇറാനിൽ തുടങ്ങുന്നതും ആശങ്കയോടെയാണ് പാശ്ചാത്യ ലോകം കാണുന്നത്. ഇസ്രയേലിനും അമേരിക്കയ്ക്കും ഒരുപോലെ ഭീഷണി ഉയർത്തുന്ന തീരുമാനമാണിത്. ഇറാനെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ എളുപ്പമല്ലെന്ന കാര്യം ഇസ്രയേലിനും അമേരിക്കയ്ക്കും ബോധ്യമായിട്ടുണ്ട്. അയത്തുള്ള അലി ഖൊമേനി ഭരണകൂടത്തെ അട്ടിമറിച്ച് ഇറാഖ് പോലെ ഇറാനെ വീഴ്ത്താനുള്ള ശ്രമമാണ് അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇറാനോടൊപ്പം നിലകൊള്ളാൻ റഷ്യയെ കൂടാതെ ചൈന ഉൾപ്പെടെ മറ്റ് നിരവധി രാജ്യങ്ങളും ഇപ്പോൾ രംഗത്ത് വരുന്നുണ്ട്.